അവിടെ തന്നെ പഠിപ്പിച്ചു. അതാണ് ശൈഖുനാ വാദങ്ങൾ. അപ്പൊ ഞാൻ പറയുന്നത്, അങ്ങനെയുള്ള ആലിമീങ്ങൾ തെരഞ്ഞെടുത്ത രണ്ട് മഹാരഥന്മാരാണ് ബാഫക്കിത്തങ്ങളും പൂക്കോയത്തങ്ങളും. അപ്പോ കുറെ കാലം കഴിഞ്ഞ് നമ്മളെ എല്ലാ മുന്നേറ്റവും കഴിഞ്ഞു. അവസാനം 89 എപ്പോഴാണ് നമ്മൾ അധ്യക്ഷ പ്രസംഗത്തെ സൂചിപ്പിച്ച 89. ആ 89 നമ്മളെ 5-6 ആളുകളെ പുറത്താക്കി. അതിലൊന്ന് ബഹുമാനപ്പെട്ട കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരാണ്. നിർഭാഗ്യമാണ് അയാൾ പുറത്താക്കി. അല്ലെങ്കിൽ ഇപ്പോ സമസ്തന്റെ 100ാം വാർഷികം പ്രഖ്യാപിക്കേണ്ടത് അയാളായിരുന്നു. അത്ര സീനിയോറിറ്റിയുള്ള, അത്ര കഴിവുള്ള ആളാണ്. അത്ര സീനിയോറിറ്റി സമസ്തയിൽ പാരമ്പര്യം, അത്രമാത്രം കഴിവുണ്ട്. ഇന്ന് സമസ്തയെ ഒന്നിച്ചു നയിക്കാൻ മാത്രം കഴിവുള്ള ആളാണ്. കഴിയെങ്കിൽ അയാൾ ഇതിനെ യോജിപ്പിക്കാൻ വേണ്ടത് ഈ സമയത്ത്. ശൈഖുനാ ശംസുൽ ആഗ്രഹിച്ചിരുന്നല്ലോ യോജിപ്പിക്കും. ശംസുൽ ആഗ്രഹിച്ചിരുന്നു. ഞാൻ ചന്ദ്രികയിൽ എഴുതിയിട്ടില്ലേ? ശൈഖുനാന്റെ വഫാത്തിന് ശേഷം കാന്തപുരത്തിന്റെ പുസ്തകത്തിലുണ്ട്, കാന്തപുരം എഴുതിയിട്ടുണ്ട്. ശൈഖുനാ അവസാന കാലത്ത് ഐക്യം ആഗ്രഹിച്ചിരുന്നു എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യം ശൈഖുനാന്റെ വഫാത്തിന് ശേഷം ചന്ദ്രയിൽ അബ്ദുറഹിമാൻ കല്ലായി എഴുതിയിട്ടുണ്ട് എന്ന് കാന്തപുരത്തിന്റെ പുസ്തകത്തിൽ, അയാൾ ജീവചരിത്രം എഴുതിയിട്ടില്ല, ആ പുസ്തകത്തിൽ.